ഈ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രം. ഈ കഥയിലെ കഥാപാത്രങ്ങളുമായി നിങ്ങൾക്ക് ആരെയെങ്കിലും സാമ്യം തോന്നിയാൽ അത് വെറും യാദൃച്ഛികം മാത്രം. കേട്ടത്തിയാ എന്താ നീ കാട്ടണ്? നീ എപ്പ കാണുമ്പോഴും കൈ വന്ന് തലയിലാണല്ലോ. ഒന്നും പറയണ്ട അടുത്ത്, മുടിയൊക്കെ പോയി. ഡോക്ടർ പറഞ്ഞത് ടെൻഷനാണ് കാരണം എന്നാണ്. നമുക്ക് എപ്പോഴാ ടെൻഷൻ കുറഞ്ഞിട്ടിരിക്കാൻ പറ്റുക? എനിക്ക് എന്താണ് ഇപ്പൊ ഇത്ര ടെൻഷൻ? നിന്റെ കെട്ടിയ മാസം പണം അയക്കുന്നു ഗൾഫിൽ നിന്ന്. നീ ചിന്തിച്ചതൊക്കെ വാങ്ങിക്ക. പിന്നെ 30-35 വയസ്സായ ഒരു മകനുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നിന്റെ മകനെ കല്യാണം ശരിയായ? ഇല്ല അടുത്തേ, അതന്നെയാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഈ കുംഭം വന്നാ 34 കഴിഞ്ഞിട്ട് 35 തുടങ്ങും ചെക്കന്. ഒന്നും ശരിയായിട്ടില്ല. എന്ത് 35 ഇപ്പൊ നടക്കണത്? എന്റെ ചെറുതും നിന്റെ മകനും ഒപ്പമല്ലേ? അവനിക്ക് 35 നടക്കണത്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ചെക്കന് പെണ്ണ് ശരിയായ? ഓ ശരിയായി. അത് പറയാനാണ് ഞാൻ വന്നത്. ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ഉണ്ടല്ലോ, അവര് ചെക്കൻ വീട് കാണാൻ വരുന്നു പറഞ്ഞേ. അവർക്കാണെങ്കിൽ ചിങ്ങത്തിൽ തന്നെ നടത്തണമെന്ന്. പെൺകുട്ടി +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോണേ ഉള്ളൂ. എന്തായാലും എല്ലാം ശരിയായി. എന്താ പറയട്ടെ, 30-35 വയസ്സായില്ലേ ചെക്കന്. എന്നിട്ട് 18 വയസ്സായി പെണ്ണാ. സ്വത്ത് കണ്ടിട്ടായിരിക്കും. അതിനെനിക്കവിടെ സ്വത്ത്. അവര് ലവാണ് ലവ്. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് 35 കഴിഞ്ഞവരെ മതി. ഇപ്പൊ കേട്ടിട്ടില്ലേ? ഇപ്പൊ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലയോ? 35 വയസ്സ് കഴിഞ്ഞാലാണ് ആമ്പിള്ളാര് ചന്തം വെക്കണെന്ന്. അതുകൊണ്ട് പെമ്പിള്ളാരൊക്കെ ഇപ്പൊ 40 വയസ്സായ ചെക്കന്മാരുടെ പുറകെയാണ്. ഇതൊന്നും നീ അറിയണില്ലേ? നല്ല കോലം. അവനാ സ്കൂൾ വിടേണ്ട സമയമായില്ലേ? വല്ല സ്കൂളിന്റെയോ കോളേജിന്റെയോ ഫ്രണ്ടിലായിരിക്കും. നിന്റെ മകൻ ഇപ്പോഴും പഠിക്കുകയാണാ? അതൊക്കെ പോട്ടെ, ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കണം വിചാരിച്ചാണേ. ഏതാണ് ആ പുതിയ പ്രതിമ? അതാ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ദൃഷ്ടിക്ക് വാങ്ങിയതാണ്, പുതിയതായിട്ട് വാങ്ങിയതാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. ദൃഷ്ടിക്കൊക്കെ പറ്റിയത് കാണുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുന്നു. കേട്ടത്തി, അത് എന്റെ മകന്റെ ഫോട്ടോയാണ്. കഴിഞ്ഞ ആഴ്ച പോയി എടുത്തതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വല്ല കൊരങ്ങന്റെയും ഫോട്ടോ വല്ല ദൃഷ്ടിക്ക് വെച്ചതാണോന്ന്. കഷ്ടം. ഏട്ടത്തി എന്താ ആലോചിക്കണ്? അല്ല, നിന്റെ മകനെ കാണാനേ പണ്ടത്തെ സിനിമയില്ലേ, നിറ സിനിമ, അതിലെ കുഞ്ചാക്ക കോമനെ പോലെ ഉണ്ടാവുമല്ലോ കാണാൻ. ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? പഴയ സിനിമ, കന്നഡ സിനിമയിലെ വില്ലനെ പോലെ ഉണ്ട് കാണാൻ. എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോ? എന്താ പറയട്ടെ, നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞത് കാലത്തിനനുസരിച്ച് കോലവും മാറണമെന്ന്. അത് കേട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഈ ചുവപ്പ്, പച്ച, നീല എന്ന് പറഞ്ഞിട്ട് മുടിയിൽ കളർ മാറ്റിയത്. അവന്റെ കോലുവേ മാറിയിപ്പോ. എന്നിട്ട് പറഞ്ഞത് കേട്ടിട്ടാണ് ആ ചെക്ക എല്ലാ ദിവസവും കോളേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ബൈക്കും ഫ്രണ്ടിൽ പോയിട്ട്. നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇതിപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെയായി. ഇവനെ കണ്ട ഏത് പെണ്ണ് നോക്കാനാണ്? കേട്ടതേ എന്തെങ്കിലും പറഞ്ഞ? ഒന്ന് സെറ്റായതായിരുന്നു. ആ പെണ്ണ് കഴിഞ്ഞ ആഴ്ച തേച്ചിട്ട് പോയി പറഞ്ഞു. എന്താണ് ആവോ? ഞാൻ പറഞ്ഞത് ശരി തന്നെ. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ സ്റ്റൈലൊന്നും അല്ല ഇഷ്ടം. പണ്ടത്തെ പിള്ളേരില്ലേ ഈ ഫ്രീക്കനായിട്ട് നടക്കുന്ന മുടിയും വളർത്തി കളറും ചെയ്ത് അതൊക്കെ പോയി. അതും പിടിച്ചോണ്ട് ഇപ്പോഴും നിന്നാ പെണ്ണ് കിട്ടിയത് തന്നെ. കാലം മാറിയതും കൂടെ അറിയാണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാ കിടത്തി? കഴിഞ്ഞ ആഴ്ച ഞാൻ ടൗണിൽ പോയപ്പോ നല്ല മഴ. അപ്പൊ ഞാനൊരു കടയിൽ കയറി നിന്നു. അന്ന് എന്തോ അവധി എന്തോ ആണ് തോന്നുന്നു. കട അടച്ചിട്ടിരിക്കണു.
അപ്പൊ ഞാൻ മഴ വേണ്ട കേറി നിന്നാലേ ആ സൈഡില് മതിലുണ്ട്. അതിന്റെ സൈഡില് കുറച്ചൊരു ഗ്യാപ്പ്. അതിനകത്ത് ഒരു പെണ്ണും ചെക്കനും കുശു 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 സൗണ്ട്. എന്താണ് കൊണ്ട് ഞാൻ പോയി നോക്കിയാലേ ഒരു അച്ഛനും മകളും പോലെ ഉണ്ടെന്ന് വർത്താനം പറഞ്ഞോണ്ട് നിക്കണു. വർത്താനം മാത്രല്ല, ഒരേ പിടിയും വലിയും. അപ്പൊ ഞാൻ ചോദിച്ചേ, എന്താ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് ചോദിച്ചു. അച്ഛനും മകളും കൂടി എന്ത് ചെയ്യണെന്ന് ഞാൻ ചോദിക്കും ചെയ്താ. അപ്പ പെണ്ണ് പറഞ്ഞതാണേ. ഞാനേ കേട്ടിട്ട് ഞെട്ടി. ഇത് എന്റെ ആളാണിത്ര. ചെക്കനെ കണ്ടാലുണ്ടല്ലോ, പണ്ടത്തെ സിനിമാ നടന്മാരെ പോലെ ഉണ്ട് കാണാൻ. നല്ല ചന്തമുണ്ട്, നല്ല ഒതുക്കമുള്ള ചെക്കൻ. 10-40 വയസ്സുണ്ടാവും ചെക്കന്. പെണ്ണ് കോളേജിൽ യൂണിഫോം ഇട്ട് നിൽക്കണു. ഒരു 10-18 വയസ്സുണ്ടാവുള്ളൂ. അതാണ് ഇന്നത്തെ കാലം. ആ പെണ്ണും ചെക്കനും കൂടി പോണ് കണ്ടപ്പോഴേ കയ്യും കോർത്തിട്ട് സൂര്യ സീസണൊക്കെ മാറി നിക്കണം തോന്നും. പണ്ടത്തെ ആ പ്രേമത്തിന്റെ കഥയിലുള്ളവരൊക്കെ ഇല്ലേ അവര്. എന്താ ഒരു ചന്തമാണ്. അച്ഛനും മകളെയും പോലെയുണ്ട് കാണാനായിട്ട് നടന്നു പോകുമ്പോ. അതാണ് ഇന്നത്തെ കാലം മാറുന്നതനുസരിച്ച് കോലം മാറണം പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായ? അല്ലാതെ മുടിയും വളർത്തി കളറും ചെയ്താലൊന്നും ഇപ്പൊ വീടില്ല. ഇപ്പൊക്കെ 40 വയസ്സ് കഴിഞ്ഞ ചെക്കന്മാരിന് മതി പെമ്പിള്ളാർക്ക്. എന്താ പറയട്ടെ ഏട്ടത്തെ, ഇപ്പോ വയസ്സായ ആൾക്കാരെ മതി പെമ്പിള്ളാർക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെക്കനെ കൊണ്ട് പറയ്, പഴയ സ്റ്റൈലില്ലേ ഈ കുഞ്ചാക്ക കോമനെ പോലെ തന്നെ ആകാൻ പറയ്. അതിന് കാണുമ്പോ നല്ല ചന്തം ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്ക് ചെക്കന്റെ കോലം. ഇങ്ങനെ നടന്ന ജമ്മത്ത് പെണ്ണ് കിട്ടില്ല കേട്ടാ. നീ കുഞ്ചാക്ക കോമനെ പോലെ വേഗം ആകാൻ പറയ്. എനിക്ക് എന്തായാലും പെണ്ണ് കിട്ടും. ഇപ്പൊ തന്നെ പെണ്ണ് കിട്ടും. എന്തായാലും 35 വയസ്സ് കഴിഞ്ഞില്ലേ. അപ്പൊ വേഗം പെണ്ണ് കിട്ടും. എന്താ പറയട്ടെ, അവനെ കൊണ്ട് ഞാനാണ് പറഞ്ഞത് മുടി നീട്ടി വളർത്താനും കളർ ചെയ്യാനും ഒക്കെ. 10-20 കിലോ ഇരുമ്പാണ് ചെക്കൻ്റെ ശരീരത്തിൽ തന്നെ കിടക്കുന്നത്. എന്താ പറയട്ടെ, ഇനി ഇത് മാറ്റാൻ പറഞ്ഞ ചെക്കൻ മാറ്റുവോ? പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. നിന്റെ മകനിക്ക് പെണ്ണ് കിട്ടണം പറഞ്ഞ വെച്ചാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. പിന്നെ എന്റെ മകനൊക്കെ അങ്ങനെയാണ് പെണ്ണ് കിട്ടിയത്. അപ്പൊ പറയാൻ വന്ന കാര്യം മറക്കണ്ട. ഈ ഞായറാഴ്ചയാണ് അവര് വരുന്നത്. അപ്പൊ വാ, അത് പറയാനാ ഞാൻ വന്നത്. പോട്ടെ. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്നതിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് ശരിയാക്കാൻ നോക്ക്. ശരി അടുത്ത്. ഇനി അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. 40 വയസ്സിന്റെ ഉള്ളിലെങ്കിലും ചെക്കൻ്റെ കെട്ട് കണ്ടാ മതിയായിരുന്നു.